പറഞ്ഞാലല്ല. അതാ ശ്യാമയുടെ മകള് എന്ന് പറഞ്ഞ ഐശ്വര്യയുടെ ശത്രു. ആ കുട്ടി ശ്യാമയുടെ തനി പകർപ്പാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. അവരെ ശ്രീകൃഷ്ണപുരത്താണ്. എന്നിട്ടും തിരഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാ അതല്പം മോശമാണല്ലോ ഐശ്വര്യ. ഞാൻ നേരിട്ട് ചെന്ന് അന്വേഷിച്ചതാ. ആ സിനിമാ താരം വിനയ മാഡത്തിനെ ഫോളോ ചെയ്തിട്ടാണെങ്കിൽ അവർ ഇന്നൊരു സ്ഥലത്താണെങ്കിൽ നാളെ വേറൊരു സ്ഥലത്താ. എല്ലാരും കൂടെ ഭ്രാന്ത് പിടിപ്പിക്കുക എന്നെ. എന്തായാലും ഐശ്വര്യ ഈ കാര്യത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് നമുക്ക് ഈ കാര്യം മറ്റാരെങ്കിലും ഏൽപ്പിച്ചാലോ? ആരെ ഏൽപ്പിക്കാം? അങ്ങനൊരാളുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം. പേര് സോണിയ. പഴയൊരു പോലീസുകാരിയാ. എന്ന് പറഞ്ഞാൽ റിട്ടയർഡായ ആളൊന്നുമല്ല. ആകെ സർവീസിലുണ്ടായിരുന്നത് 2 മാസം. അവമര്യാദയായിട്ട് പെരുമാറിയ മേലുദ്യോഗസ്ഥന്റെ കരണമടിച്ചെന്ന് പൊട്ടിച്ചു. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയ ഈഗോ ക്ലാഷ്. ഒടുവിൽ ഒരു ദിവസം SP ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു. രാജിക്കത്ത് SP നേരെ വച്ചിട്ട് പെണ്ണിന് നീതിയില്ലാത്തൊരിടത്ത് എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞ് നീട്ടി വലിച്ചൊരു സല്യൂട്ട്. അതാണ് കക്ഷി. അതൊക്കെ ഓക്കെ, പക്ഷേ നമ്മുടെ കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഒരു പക്ഷേ അവൾ സർവീസിൽ തുടർന്നിരുന്നെങ്കിൽ ഇത്രയും എഫിഷ്യന്റ് ആയിട്ടൊരു പോലീസ് ഓഫീസർ പോലീസ് സേനയിൽ വേറെ ഉണ്ടാകുമായിരുന്നില്ല. അത്രയ്ക്ക് ബ്രില്യന്റാ. ഞങ്ങള് പഴയ കോളേജ് കണക്ഷനാ. അവരെ എവിടെ പോയാൽ കാണാൻ പറ്റും? ആളിവിടെ ഉണ്ട്. സോണിയ, ഒന്ന് വരൂ. അവർക്ക് ശമ്പളമാണോ അതോ കാര്യങ്ങളൊക്കെ കഴിയുമ്പോ തുകയാണോ? അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. തൽക്കാലം നമ്മൾ ഏൽപ്പിക്കുന്ന കാര്യം സോണിയ ചെയ്യട്ടെ. എന്താ വന്ദന? ഞാനൊരു ചുമതല സോണിയെ ഏൽപ്പിക്കാൻ പോവാ. ഇത് ഐശ്വര്യ, എന്റെ ക്ലയന്റ് ആണ്. അതിലുപരി എന്റെ ഫ്രണ്ടും. ഐശ്വര്യക്ക് വലിയൊരു പ്രോബ്ലം ഉണ്ട്. അതിന് ഔദ്യോഗികമല്ലാത്ത ഒരു അന്വേഷണം വേണം. സോ ഏറ്റെടുക്കാലോ അല്ലേ? വന്ദന പറഞ്ഞ പിന്നെ അതിൽ വേറെ ആലോചിക്കാനുണ്ടോ? എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. പറയുന്ന സമയത്തിന് മുൻപ് ഞാനത് തീർത്തിരിക്കും. ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം. അവളുള്ള സ്ഥലം ഏകദേശം അറിയാം. അവളുടെ അതേ രൂപത്തിലുള്ള ഒരാളുടെ ഫോട്ടോയും തരാം. ഇത്രയൊക്കെ ഉണ്ടോ? എങ്കിൽ ധാരാളം. കണ്ടെത്തിയിട്ട് വിവരം പറഞ്ഞാൽ മതിയോ അതോ പിടിച്ചുകൊണ്ടുവരണോ? ആദ്യം കണ്ടെത്തണം, ബാക്കി ഞാൻ പിന്നെ പറയാം. സോണിയ അകത്തേക്ക് പൊക്കോളൂ. അതെ, സോണിയ ഇത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്തോളൂ. ഇനി അവർക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല. അവളുടെ ലൈഫ് വെച്ചാണ് ഞാൻ കളിക്കുന്നതെന്ന് കേൾക്കുന്നവർക്ക് പറയാം. പക്ഷേ എന്റെ ലൈഫ് വെച്ച് അവളാ കളിക്കുന്നേ. ശരത്തെ, നീ എന്താ ഇവിടെ? ഞാനിതിനു മുൻപ് നിന്റെ മുറിയിൽ വന്നിട്ടുണ്ടല്ലോ. ഭ്രാന്ത് പറയല്ലേ. അവിടെ എന്റെ വീട്ടിൽ വരുന്ന പോലെയാണോ?
ഈ വീട്ടിൽ നിറയെ ആളുകളാ. ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ. തൽക്കാലം ആരും കണ്ടിട്ടില്ല. ഇന്ന് പകല് മുഴുവൻ ഞാൻ നിന്നെ വിളിച്ചു. നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ? ഇവിടെ ആകെ പ്രോബ്ലം. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്ത് പ്രോബ്ലം? ഞാൻ പറഞ്ഞത് തന്നെ സംഭവിച്ചു. നീ എല്ലാം മതിയാക്കി. പണക്കാരന്റെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചു. പക്ഷെ പെട്ടുപോയത് ഞാനാ. നിനക്ക് വേണ്ടി ഓരോ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് എന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞ അവസ്ഥയിലാ ഇപ്പോ. നിന്റെ മാത്രമല്ല, സിനിമ എന്റെ ലൈഫും കൂടിയാണ്. ശരത്തെ, ഞാനൊന്നും വേണ്ടെന്ന് വെച്ചൊന്നും അല്ല. എങ്ങനെയെങ്കിലും വരുണിനെ കൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് ചെയ്യണമെന്ന് വെച്ച് തന്നെയാ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. കുറച്ച് ദിവസം കൂടി ഞാൻ നോക്കും. അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടാവുന്നതൊക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങി വരും. അന്ന് ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. എനിക്ക് വിശ്വാസമില്ല. വിശ്വസിച്ചേ പറ്റൂ. പക്ഷെ ഇവിടുന്ന് എനിക്ക് എന്തെങ്കിലും സാധിക്കണമെങ്കിൽ ആ ദിവസം വരെ എനിക്കൊരു ചീത്തപ്പേരും വരരുത്. നീ ഇപ്പൊ പോ ശരത്തെ. നീ വിളിക്കുമ്പോ ഞാൻ ഫോൺ എടുത്തോളാം. കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാം. ശരി, ഒരു കാര്യം നീ ഓർമ്മിച്ചോ. എന്റെ ലൈഫ് ഇല്ലാതാക്കിയിട്ട് നീ മാത്രം സൂഹിക്കാന്ന് വിചാരിച്ചാലേ ഞാൻ പിന്നെ ഒന്നും നോക്കില്ല. എനിക്കില്ലാത്തത് മറ്റാർക്കും വേണ്ടെന്ന് ഞാനങ്ങ് വയ്ക്കും. ശരി, നീ വാ, ഇപ്പൊ പോ. വാ. ആരവിടെ? ഏയ്, ആരത്? അമ്മേ, മുത്തശ്ശി, വരുൺ, ഗൗതം, ആരെങ്കിലും ഒന്ന് വാ പെട്ടെന്ന്. അമ്മേ. എന്താ? അതെ, നമ്മുടെ വീടിനകത്ത് കള്ളൻ കയറി. എവിടെ? എന്നിട്ട്? കള്ളനെ ഇതിനകത്ത് തന്നെ ഉണ്ട്, പുറത്ത് പോയിട്ടില്ല. എന്താ കൽപ്പന? എന്താ? സത്യം പറഞ്ഞാലേ ആളുകളെ വിളിച്ചു കൂട്ടേണ്ട കാര്യം. പക്ഷെ നമ്മുടെ കുടുംബത്തെ ഞാൻ തന്നെ നാണം കെടുത്തുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാ ഇവിടെ ഉള്ളവരെ മാത്രം വിളിക്കാന്ന് വിചാരിച്ചത്. ഇവളെന്തൊക്കെയാ ഈ പറയുന്നേ? ഓ, കൽപ്പന അഹങ്കാരിയാണ്. ആരോടും എന്തും പറയാൻ മടിയില്ലാത്തവളാ. പക്ഷെ എന്റെ ഭർത്താവ് കിടപ്പിലായിട്ട് പോലും എന്നെ അന്വേഷിച്ച ഒരു പുരുഷൻ ഇന്നേ വരെ വീട്ടിൽ വന്നിട്ടില്ല. മര്യാദയ്ക്ക് സംസാരിച്ചോണം. ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലെ ഈ മര്യാദയൊക്കെ മതി മുത്തശ്ശി. എന്താ ഇവിടെ? വരുൺ, നീ എവിടെയായിരുന്നു? ഞാനവിടെ ബാൽക്കണി ഇരിക്കായിരുന്നു. പ്രിയങ്കയുടെ മുറിയിലെ ആരോ ഒരു പുരുഷനുണ്ടായിരുന്നു. അത് നീ അല്ലെങ്കിൽ ആളെ അറിഞ്ഞല്ലേ പറ്റൂ. പ്രിയങ്ക മോളോട് നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഇങ്ങനെയല്ല. ശരി, ഞാനേ ഒന്നും മിണ്ടാതെ ഇവിടെ നിൽക്കാം. അമ്മ അമ്മയുടെ പ്രിയപ്പെട്ട മരുമോളെ ഒന്ന് വിളിച്ചേ. ബാക്കി ഞാൻ അവള് വന്നിട്ട് പറയാം. പ്രിയങ്ക, പ്രിയങ്ക, മോളൊന്ന് ഇങ്ങോട്ട് വന്നേ.
ഇവളെന്താ ഈ മുറിയിൽ നിന്ന് വരുന്നേ? അത് പിന്നെ ഞാൻ എല്ലായിടവും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട്. നിന്റെ മുറിയിൽ ഏതോ ഒരു പുരുഷനുണ്ടെന്ന് കൽപ്പന പറയുന്നുണ്ട്. ആരാ അത്? ആരുമില്ല. നിന്റെ മുറി ആരും വന്നില്ലേ? പക്ഷേ നീ മുറിയിൽ നിന്ന് പുറത്തേക്ക് ആരും കൂട്ടിക്കൊണ്ടുപോയി, അത് സത്യമല്ലേ? എന്റെ ശബ്ദം കേട്ടപ്പോ നീയും അവനെ ഒളിക്കുകയും ചെയ്തു. അതെ, ഇത്തരം ഏർപ്പാടുകൾ കണിമംഗലം തറവാട്ടിൽ നടക്കില്ല. കൽപ്പന പറയുന്ന സത്യമാണെങ്കിലേ ഈ നിമിഷം ഇറങ്ങിക്കോണം ഇവിടെ നിന്ന്. നീ വലിയ ജഡ്ജി ഒന്നും ആവണ്ട. ഇവള് മിണ്ടാതെ നിൽക്കുന്ന കണ്ടിട്ട് ആർക്കും സത്യമാണെന്ന് തോന്നില്ല അല്ലേ? എന്നാലേ ഞാൻ പറയുന്നു, ഇവൾ ഇറങ്ങി വന്ന മുറിയിൽ അങ്ങനെ ഒരുത്തനുണ്ട്. ഇല്ല മുത്തശ്ശി, ഇവിടെ ആരുമില്ല. ഏട്ടത്തി ചിലപ്പോ എന്റെ നിഴലോ മറ്റോ കണ്ടതാവും. ഓ കൊള്ളാലോടി മോളെ, ആദ്യം നീ ആ മുറിയുടെ മുന്നിൽ നിന്ന് മാറ്. പറഞ്ഞിട്ടില്ലേ, മാറി. ആ അമ്മയാണോ മുത്തശ്ശിയാണോ കയറി നോക്കുന്നത്? അതോ വരുണിന് താല്പര്യമുണ്ടോ? മുത്തശ്ശി എന്തോ വൈരാഗ്യം വെച്ച ഏട്ടത്തി പറയുന്നതാ. നിങ്ങൾ ആരും ഇത് കാര്യമാക്കരുത്. മുത്തശ്ശി, ആ മുറി കയറി നോക്ക്. വാ എല്ലാരും വാ വാ. എവിടെ നീ പറഞ്ഞ ആളെവിടെ? മുത്തശ്ശി, അവര് രണ്ടുപേരും ഒരുമിച്ച് മുറിയിലോട്ട് വരുന്നത് ഞാൻ കണ്ടതാ. എവിടെയാടി അവൻ? ഏത് വഴിക്കാവും പോയത്? ആരുടെ കാര്യം ഏട്ടത്തി ചോദിക്കുന്നേ? എന്നെ മാനം കെടുത്തി കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നേ? ഗൗതം, ഈ മുറിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുറിയിൽ അവനുണ്ടാവും. ചെന്ന് തിരക്ക്, പോ. നിക്കടി. ഗൗതം പോയിട്ടുണ്ടല്ലോ, അവൻ പോയി നോക്കിയിട്ട് വരും. നിക്കാനാ പറഞ്ഞത്. ഈ കുടുംബത്തിലെ ആരും പറയാത്ത വാക്കുകൾ നീ പറയും. ആർക്കും നാവ് വളയാത്തെടുത്ത് നിന്റെ നാവ് വളയും. എന്തുകൊണ്ടാണെന്ന് അറിയൂ? സംസ്കാരം എന്ന വാക്കിന്റെ അർത്ഥം നിനക്കറിയില്ല, അതുകൊണ്ട്. എന്താടാ? അവിടെയൊന്നും ആരുമില്ല. കൽപ്പനെ, എന്തിനു വേണ്ടിയാ നീ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നേ? പ്രിയങ്ക മോളെ മറ്റുള്ളവരെ സംശയിക്കുന്നതിന് വേണ്ടിയോ, അതോ ഇവരുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയോ? വരുൺ, നീ ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. ഇത് ദേവനാരായണൻ തിരുമേനിയുടെ നിഷ്കളങ്കയായ മകളല്ല.
ഈ വീടിനകത്ത് കയറിയപ്പോ മുതല് ഇവളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്നെയും കണിമംഗലത്തെയും നശിപ്പിച്ചിട്ടേ ഇവൾ അടങ്ങും. മതി, ഇവിടം കൊണ്ട് നിർത്തിക്കോ. ഇനി പ്രിയങ്ക മോളെ കുറിച്ചൊരു ദൂഷ്യം പറഞ്ഞ കണിമംഗലത്ത് നിന്നും പുറത്തേക്കുള്ള വഴിയായിരിക്കും ഞാൻ കാണിച്ചു തരിക. നീ പോയാലും അത് സൂര്യ സഹിച്ചോളും. കാലാകാലങ്ങളായി ചവിട്ടി കൂട്ടിയിട്ട് അത്രയും മനോബലം നീ അവനുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്ര മോളെ വേണ്ടമ്മ, എല്ലാരും സ്നേഹിക്കാൻ മാത്രമേ ഞാൻ ശീലിച്ചിട്ടുള്ളൂ. പക്ഷെ എല്ലാവർക്കും എന്നോട് പകയാ. ഞാൻ വേണമെങ്കിൽ പോയിക്കോളാം. മോളൊന്നും മിണ്ടാതിരുന്നേ. എങ്ങോട്ട് പോവാനാ നീ? അമ്മയ്ക്ക് ഇഷ്ടമല്ലേ നിന്നെ? മുത്തശ്ശിക്കും ഇഷ്ടം, വരുണിനും ഇഷ്ടമല്ലേ? പിന്നെന്താ മോളെ, നീ വന്ന് കേറിയപ്പോ അവള് തരം താഴ്ന്നു പോയി എന്നൊരു തോന്നല് അവളുടെ ഉള്ളിലുണ്ട്. അതാണ് അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. അവൾക്ക് വേണ്ടി ഞങ്ങൾ മോളോട് മാപ്പ് ചോദിക്കാം. അയ്യോ മുത്തശ്ശി, എന്താടാ നോക്കി നിൽക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ മോളോട്? ആ, താനത് വിട്ടേക്ക്. എല്ലാരെയും സ്നേഹിക്കണം. എല്ലാവർക്കും എന്താവശ്യമുണ്ടെങ്കിലും ചെയ്യണം. ഒന്നിനും പരാതി പറയരുത്. അങ്ങനെയൊക്കെ പറഞ്ഞ അച്ഛനമ്മ എന്നെ ഇങ്ങോട്ട് അയച്ചത്. എനിക്ക് ആരെക്കാളും വലുതാവണ്ട മുത്തശ്ശി. എനിക്ക് എല്ലാവരെക്കാളും താഴെ ഒരു സ്ഥാനം മതി. അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം. എന്നെ ഇങ്ങനെ ഉപദ്രവിക്കില്ലെന്ന് പറ. മോളെ കരയാതെ മോളെ. ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് നാളെ കുറച്ചായി. വിദേശത്തെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടും താങ്കൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ചെക്കപ്പ് ചെയ്യാം, വിദേശത്തെ ട്രീറ്റ്മെന്റിനോട് പ്രതികരിക്കുകയും ചെയ്യാം. എന്റെ അസുഖം മാറ്റാമെന്ന് ഡോക്ടർക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളുടെ മെഡിക്കൽ വിശദീകരണം അനുസരിച്ച് 10 ലക്ഷത്തിൽ ഒരാൾക്ക് വരാവുന്ന അപൂർവമായ ഒരു അസുഖം അതല്ലേ എനിക്ക്? വിദേശ രാജ്യങ്ങളിലുള്ള എത്രയോ ഡോക്ടർമാരോട് നിങ്ങളിത് ഡിസ്കസ് ചെയ്തു. ആരെങ്കിലും ഒരാൾ ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ? പരമേശ്വരൻ, ശാസ്ത്രം ഓരോ നിമിഷവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശ്വാസവാക്കുകൾ നമുക്കിടയിൽ വേണ്ട.
ഞാനിതുമായി പൊരുത്തപ്പെട്ടു. എല്ലാ രാത്രികളിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ മരണം തൊട്ടടുത്തുണ്ടെന്ന പ്രതീതിയാണ് എനിക്ക്. നേരം വെളുത്ത് കണ്ണു തുറക്കുമ്പോൾ പുതിയൊരു പ്രഭാതം എന്നതല്ല, ഇന്നലെ രാത്രി ഞാൻ മരിച്ചില്ല എന്നതാണ് എന്നെ അമ്പരപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാം ഡോക്ടർ. ദീർഘകാലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം. മെഡിക്കൽ സയൻസിന്റെ എല്ലാ പരീക്ഷണങ്ങൾക്കും വഴങ്ങിക്കൊടുക്കാം. പക്ഷേ അവിടെ ഉത്തരമില്ലാത്തൊരു ചോദ്യം അന്തരീക്ഷത്തിലുണ്ടാവും. വെറുതെ എന്തിനാ ഇതൊക്കെ? അവര് വന്നു.